ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റ് ആൻഡ് ട്രാവൽ ബൈ അമൃതു. അപ്പോൾ ഇന്ന് നമ്മൾ സോയയാണ് എടുത്തിട്ടുള്ളത്. സോയ വെച്ചിട്ട് ചിക്കൻ്റെയും മട്ടൻ്റെയും ടേസ്റ്റിൽ എങ്ങനെ അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡബിൾ ഓസിൻ്റെ സോയയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു പാക്കറ്റിൻ്റെ ഒരു 3/4 ഭാഗം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി, എന്നെപ്പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഏകദേശം ഒരു 2-3 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. നല്ല കിണറ്റിൽ നിന്ന് കോരി നല്ല അടിപൊളി വെള്ളം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് ഈ 3 ഗ്ലാസ് വെള്ളം നമ്മൾ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സോയയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെള്ളം സോയ അബ്സോർബ് ചെയ്യും, അതേസമയം അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ്, നമ്മൾ 10-15 മിനിറ്റ്, ഇതിന് ശേഷം ഒരു 15 മിനിറ്റ് ശേഷം ഞാൻ അതിലുള്ള സോയയിൽ നിന്ന് ആ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തതൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഗ്യാസ് വീണ്ടും കത്തിച്ചു അതിൻ്റെ മുകളിലേക്ക് ഒരു പാൻ വെക്കുകയാണ്. ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടുള്ളൂ. ഒരു 1-2 സവാള, അതിനുശേഷം ഒരു ടൊമാറ്റോ, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണമെന്ന് അരിയാം. അപ്പോൾ നമ്മൾ ആദ്യം പാൻ വെച്ചു, അതിലേക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആ പച്ചമുളകും അങ്ങനെ ഇട്ട് കൊടുക്കുക. ആകെ ഒരെണ്ണല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇളക്കുക. ഇനി അതിനുശേഷം ഈ സവാള നന്നായിട്ട് മൂത്ത് വരും. അപ്പോൾ ഒന്നും കൂടി നല്ല ബ്രൗണിഷ് കളറാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ തക്കാളി എന്തിനാണ് അതിലേക്ക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്, റീമയുടെ ചിക്കൻ മസാലയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പുതിയതായിട്ടൊരു പാക്കറ്റ് ഉപയോഗിക്കാൻ നോക്കുക. കാരണം ഒരു വട്ടം നമ്മൾ ഈ സ്പൈസസ് ഒക്കെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടമാവും. അപ്പോൾ എപ്പോഴും പുതിയ പാക്കറ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും, ആ ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടില്ല. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചമണം നന്നായി മാറിയ ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇതിലെ മെയിൻ ഐറ്റമായിട്ടുള്ള സോയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഭയങ്കര സ്ലോ മോഷനിലാണ് നമ്മൾ ഇടണമെങ്കിലും കൈ പൊള്ളാതെ നോക്കണം, അത് വളരെ അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ കൈയും തോലൊക്കെ പോവും. ഞാൻ പ്രത്യേകം പറയുകയാണ്, കൈക്ക് തെറിക്കാതെ വളരെ സ്ലോ മോഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ സൈഡും നമ്മൾ ഈ മസാല എത്തണം, അതില്ലെങ്കിൽ ഓരോ സൈഡും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചില സൈഡ് ഉപ്പ് കൂടും, ചില സൈഡ് ഉപ്പേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് കൊടുക്കണവർ പലരും പല അഭിപ്രായമായിരിക്കും പറയുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് നമ്മൾ ഇത്രയും നന്നായി ഉണ്ടാക്കിയിട്ട് കൊളായ അഭിപ്രായം കേട്ടു. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് നേരം അത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക. കാരണം ഈ സോയ നമ്മൾ ഇതുവരെയും തിളപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ സോയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് അവസാന ഭാഗമായിട്ട് എനിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഇല്ലാതെ പിന്നെ ഒരു കാര്യം അവസാനിപ്പിക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മുടെ പാചകശാസ്ത്രം. അപ്പോൾ അത് പ്രകാരം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.